ഹായ് എവരിവൺ, ഐ എം ശില്പ. ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. ഈ ഡേ 3 ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ബുഹാറ യൂണിവേഴ്സിറ്റിയിലാണ്. എന്റെ പിന്നിൽ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇതിൽ നമുക്ക് മെയിൻലി സെക്കൻഡ് ഇയർ വരെയൊക്കെയുള്ള എല്ലാ ക്ലാസ്സസും ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ് നടക്കുന്നത്. ദെൻ നല്ലൊരു സിറ്റിയാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ചുറ്റും ആപ്പിളിന്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ബ്യൂട്ടിഫുൾ സിറ്റി. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ഇത് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ന്യൂ ക്യാമ്പസിലാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി സിമുലേഷൻ സെന്റർ നമ്മൾ കണ്ടതാണ്. അതിന്റെ പുറമെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. ഒരു 6 നില ബിൽഡിംഗ് ആണ് ഇവിടെ ഹോസ്പിറ്റൽസ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽസ്, ഒരു 1600ഓളം സ്റ്റുഡൻസിന് അറ്റ് എ ടൈം നിൽക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ്. ഹോസ്റ്റലാണെങ്കിലും വളരെ നീറ്റാണ്. എല്ലാ സർവീസസും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സ്പോർട്സ്, ജിമ്മ് പോലുള്ള അതർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്റ്റുഡൻസിന്. അതിൻ്റെ ഒരു ഏരിയ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു 2 ബിൽഡിംഗ് വരാൻ പോകുന്നുണ്ട്. അവരുടെ ന്യൂ ബിൽഡിംഗ് ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരള ഫുഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോയി ഇപ്പോൾ ഒരു ക്ലാസ് റൂം ഇവിടെ, അതുപോലെ ഹോസ്പിറ്റൽ അവിടെ, അങ്ങനെയല്ല. എല്ലാം തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് ഇവിടെ. എല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. സ്റ്റുഡൻസിന് എങ്ങോട്ടും പുറത്ത് പോകണ്ട. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബുഹാറ. ഇത് ബുഹാറ യൂണിവേഴ്സിറ്റിയുടെ സിമുലേഷൻ സെന്റർ ആണ്. ഇവിടുത്തെ ഹെഡായിട്ടുള്ള അലീഷർ സാർ നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഒരു 1200ഓളം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഫേസ് സ്കാനർ ഒക്കെ ഉണ്ട്. ഫേസ് സ്കാൻ ചെയ്തിട്ട് മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് ഉള്ളിലിട്ട് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് തന്നെ കേരള മെസ്സ് അവൈലബിൾ ആണ്. മലയാളീസ് തന്നെ നടത്തുന്നൊരു മെസ്സാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വൈറ്റ് റൈസ്, അതുപോലെ തന്നെ ചെറുപയർ കറി, ചിക്കൻ, പപ്പടം, അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മളിപ്പോൾ പുറത്തൊരു കൺട്രിയിൽ വരുമ്പോൾ ഇപ്പോൾ മനസ്സിലായൊരു കാര്യം, ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഫുഡാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിന്, അതായത് ബുഹാറയിലുള്ള സ്റ്റുഡൻസിന് കേരള മെസ്സ് അവൈലബിൾ ആണ്. കേരള ഫുഡ് മാത്രമല്ല, ഇന്ത്യൻ ഫുഡ്സും അവൈലബിൾ ആണ്. ഏറ്റവും നല്ല സന്തോഷമായി ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു.